പോത്തിൻ്റെ നാക്ക് ഒരു 4 മണിക്കൂർ പ്രഷർ കുക്ക് ചെയ്തെടുത്തിയാണ് കേട്ടോ. ഇത് പലരും വേസ്റ്റാക്കി കളയുന്നൊരു സാധനമാണ്. ഇതിന് ഇവിടെ ബുച്ചർ ഷോപ്പിൽ ഞാൻ മേടിക്കുന്നിടത്ത് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. കുറേ കുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇത് കണ്ടോ, സ്കിന്ന് പോലെ ഇരിക്കുന്നത്, ഇത് ജസ്റ്റ് പീൽ ചെയ്ത് ഇങ്ങനെ പോരും കണ്ടോ. അയ്യോ ചൂടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഇതിങ്ങനെ നമ്മൾ കുക്ക് ചെയ്തിട്ട് ഇത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ ആ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ മീറ്റും കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. ഇത് ഭയങ്കര ഹാർഡാണ് നമ്മളിതിന് മുമ്പേ ചെയ്യുമ്പോൾ. ഇതുണ്ടോ, ഇതാണപ്പോൾ സെറ്റപ്പ്. നല്ല ചൂടുണ്ട്, കൈ പൊള്ളുന്ന രീതിയിലുള്ള ചൂടുണ്ട്. എന്നാലും നമുക്കില്ല ആക്രാന്തം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഇത് ഓൾറെഡി സോൾട്ടഡ് ആണ് കേട്ടോ. ഇതുണ്ടോ, വരുന്നുണ്ടോ, നന്നായിട്ട് കുക്കായാലും ഇതിങ്ങനെ വരുള്ളൂ. സവാള വെച്ചിട്ടുണ്ട്, സവാള വെച്ച് അരിഞ്ഞ് നമ്മുടെ വഴറ്റിക്കൊണ്ടിരിക്കുക ആ സൈഡിൽ. നല്ല മീറ്റാണ് കേട്ടോ. നമുക്കൊരു ഫോർക്ക് എടുത്ത് പിടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ നടക്കൂല ഈ പരിപാടി. മുടിഞ്ഞ ചൂടാ വേഗം വയ്ക്കും. ഇത് ഓൾറെഡി സോൾട്ടഡ്, അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടും വേണം ഇതിന് സോൾട്ട് ഇടുന്നത്. ഉണ്ടോ മീറ്റ് കണ്ടോ, നല്ല മീറ്റാണ് കേട്ടോ, ഉള്ളിൽ നല്ല ഇറച്ചിയാണുള്ളത്. നോക്കാം, കുക്ക്ഡാണ് കേട്ടോ, പേടിക്കണ്ട. പ്രഷർ കുക്കർ something like 4 hours. 4 hours in the pressure cooker, 4 hours. പുള്ളിക്കാരനെ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞേക്കാം, നമ്മൾ കൊടുക്കാം. ട്രൈ ചെയ്തു. Thank you sir. കത്തിയകത്ത് പോയാൽ still not cooked. Very good. The meat is good. ദേ നാക്കിൻ്റെ തുമ്പ് കണ്ട. കറിയല്ല, ഒരു റോസ്റ്റ് പോലെയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. സവാള എൻ്റെ ഇല്ലായിരുന്നു, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ തീ കുറച്ച് അങ്ങോട്ട് ഇരുന്ന് വേവട്ടെ. എന്ത് ഓൾറെഡി, പക്ഷേ ഇത് ഉടഞ്ഞു പോകത്തില്ല കേട്ടോ, കുറേ കൂടെ ഒക്കെ വേവും, ഒരുപാടങ്ങ് ഉടയത്തില്ല. നല്ല വേവുള്ള ആയതുകൊണ്ട് അങ്ങനെ ഉടയാൻ ഇച്ചിരി പാടുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ, തീ കുറച്ച് വെച്ചേക്കാം.